ആരതി, ഇത് കഴിഞ്ഞ ഏകദേശം രണ്ടാഴ്ചയായിട്ട് തേജസ്വി യാദവിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ജനതാദൾ യുണൈറ്റഡും അതിൻ്റെ നേതാവായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും എടുത്തു വരികയായിരുന്നു. അഴിമതി ആരോപണം ഉണ്ടായ പശ്ചാത്തലത്തിൽ, കേസെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ സ്വത്തുക്കൾ സംബന്ധിച്ച ഒരു വിശദീകരണം നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള നിലപാടാണ് നിതീഷ് കുമാർ സ്വീകരിച്ചത്. അഴിമതി വിരുദ്ധ ഒരു പ്രതിച്ഛായ നിലനിർത്തേണ്ട ആവശ്യം നിതീഷ് കുമാറിനുണ്ടായിരുന്നു. ആ നിലപാട് തന്നെ നിതീഷ് കുമാർ പല ആവർത്തി ആവശ്യപ്പെട്ടു. RJDയോടും രാഷ്ട്രീയ ജനതാദളിൻ്റെ ലാലുവിൻ്റെ പാർട്ടിയുടെ നേതാക്കളോടും തന്നെ ഈ വിഷയം ആവർത്തിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഈ സ്വത്തുക്കളുടെ സ്രോതസ് വിശദീകരിച്ചേ പറ്റുള്ളൂ, അത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്നുള്ള നിലപാട് നിതീഷ് കുമാർ ശക്തമായി തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാൻ ലാലു പ്രസാദ് യാദവോ RJDയോ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് ഇപ്പോൾ ഒടുവിൽ മഹാസഖ്യത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ BJPക്കെതിരെ ഒരു മതേതര മുന്നണിയുടെ മഹാസഖ്യമാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ദേശീയ തലത്തിലേക്ക് അത് വളർത്താനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് ബീഹാറിലെ മഹാസഖ്യം പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാതെ സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടോ പട്നയിൽ? BJP പലതവണ പിന്തുണ വ്യക്തമാക്കി കഴിഞ്ഞു JDUവിന്. ആ വഴിയിലേക്ക് തന്നെ നീങ്ങുമോ നിതീഷ് കുമാർ? ആരത്തി, ഇതിലുള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി രാജിക്കത്ത് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിൽ രാഷ്ട്രീയ അനിശ്ചിതത്വമാണുള്ളത്. ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യതകൾ പരിശോധിക്കുന്നതിന് അവരൊരു ഇടക്കാലത്തേക്കെങ്കിലും ഒരു രാഷ്ട്രപതി ഭരണത്തിൻ്റെ ഒരു സാധ്യത ഉയർന്നു വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഗവർണറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം കേന്ദ്രമന്ത്രിസഭയാണ്. ആ ഒരു തീരുമാനം എടുക്കുന്നത് വരെ അവിടെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ജനതാദൾ യുണൈറ്റഡിൻ്റെ സർക്കാർ ഉണ്ടാക്കാൻ ഒറ്റയ്ക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ലാലു പ്രസാദ് യാദവിൻ്റെ RJDയും കോൺഗ്രസും കൂടി ചേർന്നപ്പോൾ ഏകദേശം 178 സീറ്റുകളാണ് മൊത്തമുള്ള 243 സീറ്റിൽ ഉണ്ടായിരുന്നത്. ആ വൻ ഭൂരിപക്ഷത്തിൽ നിന്നും 71 പേരടങ്ങുന്ന ജനതാദൾ യുണൈറ്റഡ് പിന്നോട്ട് പോകുമ്പോഴേക്കും ഭൂരിപക്ഷം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ മഹാസഖ്യത്തിൽ മിച്ചമുള്ള RJDക്കും കോൺഗ്രസിനുമായി സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ബദൽ സർക്കാരിന് സാധ്യതയുള്ളത് ജനതാദൾ യുണൈറ്റഡിനെ BJP പിന്തുണയ്ക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് BJP വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ പിന്തുണ സ്വീകരിക്കുമോ നിതീഷ് കുമാർ എന്ന് മാത്രമാണ് അറിയേണ്ടത്. BJPക്കെതിരെയുള്ള ഒരു മതേതര മുന്നണിയുടെ ഒരു മഹാസഖ്യം അല്ലെങ്കിൽ ഒരു മഴവിൽ സഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് ബീഹാറിൽ നിതീഷ് കുമാർ അധികാരത്തിലേറിയത്. BJPയെ പൂർണ്ണമായും തറപറ്റിച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനൊടുവിൽ ഇപ്പോൾ അവസാനം BJPയുടെ പിന്തുണ തന്നെ ഏകദേശം 2 കൊല്ലത്തിനിപ്പുറത്ത് മാറുമ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണെങ്കിൽ നിതീഷ് കുമാർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നിതീഷ് കുമാർ മനസ്സ് തുറന്നിട്ടില്ല. ഇപ്പോൾ ആകെ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ മുമ്പിൽ തനിക്കൊരു പ്രതിച്ഛായയുണ്ട്, മാത്രമല്ല ജനങ്ങളുടെ മുന്നിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു അഴിമതി ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. അതിന് തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, താൻ തേജസ്വി യാദവിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ഈ സ്രോതസ് അല്ലെങ്കിൽ ഈ പണത്തിൻ്റെ സ്രോതസ് വിശദീകരിക്കണം, ഇത് എവിടെ നിന്നുണ്ടായി എന്നുള്ള കാര്യം പറയണമെന്നാണ് താൻ ആവശ്യപ്പെട്ടിരുന്നത്. അത് നൽകാൻ അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ ലാലു പ്രസാദ് യാദവിനും മകനും ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിന് കഴിയാത്തൊരു സാഹചര്യത്തിൽ താൻ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് എന്നുള്ളത് മാത്രമാണ്. അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നതെന്നാണ് നിതീഷ് കുമാർ വിശദീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ദേശീയ തലത്തിൽ തന്നെ BJPക്കെതിരെ ഒരു മതേതര മുന്നണി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരതി, RJD തന്നെ പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പുതിയ സർക്കാർ, അത്തരമൊരു സാധ്യത നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്നു. അത്തരം സാധ്യതകൾ ഇനിയും നിലനിൽക്കുന്നുണ്ടോ, അതോ അടുക്കാനാകാത്ത വിധം അകന്നു കഴിഞ്ഞോ JDയും RJDയും? അല്ല, അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നിതീഷ് കുമാറിന് അങ്ങനെ ഒരു മന്ത്രിസഭയിൽ നിന്ന് അവർ മാറി നിന്ന് പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ല വിഷയം. അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോഴും ഈ ഒരു പിന്തുണ സ്വീകരിക്കുന്നു എന്നുള്ളൊരു വിഷയം അവിടെ കിടപ്പുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ബീഹാറിലെ മഹാസഖ്യത്തിൽ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് RJDയാണ്. 80 സീറ്റാണ് RJDക്കുള്ളത്. ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്നത് രണ്ടാം കക്ഷിയാണ്. പക്ഷേ നിതീഷ് കുമാർ എന്നുള്ള നേതാവിൻ്റെ ഗരിമയും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയും കണക്കിലെടുത്താണ് അന്ന് RJD നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കാൻ തയ്യാറായത്. അന്ന് സഖ്യ രൂപീകരണ സമയത്ത് നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ധാരണയുടെ പുറത്താണ് അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. കോൺഗ്രസ് അടക്കമുള്ള സഖ്യങ്ങൾ മഹാസഖ്യത്തിലേക്ക് വന്നതും ആ ഒരു പ്രതിച്ഛായയുടെ പുറത്ത് തന്നെയാണ്. അപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അഴിമതിരഹിത പ്രതിച്ഛായ ആ ഒരു മുഖം കളയാൻ താൻ തയ്യാറല്ല എന്നുള്ള കടുത്ത നിലപാടാണ് എടുത്തത്. ഷെയ്ഖ് പി ഹാരിസ് നമുക്കൊപ്പം ചേരുന്നു. ഷെയ്ഖ് പി ഹാരിസ്, ബീഹാറിൽ മഹാസഖ്യം തകർന്നിരിക്കുന്നു.
ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. BJP പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ JDU BJPയെ പിന്തുണയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ബീഹാറിൽ ഒരു JDU BJP സഖ്യം അതാണോ ഉണ്ടാവുക? നിതീഷ് കുമാറിന്റെ രാജി നിർഭാഗ്യകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ BJPക്കെതിരെ ഒരു മതേതര സഖ്യത്തിന്റെ പരീക്ഷണശാലയായിട്ടായിരുന്നു ഈ മഹാസഖ്യത്തെ ഇന്ത്യൻ ജനത കണ്ടിരുന്നത്. അത് ഒരു തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ബീഹാർ മുഖ്യമന്ത്രിയുടെ രാജിയിലൂടെ കാണുന്നത്. ഏതായാലും പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗം ഓഗസ്റ്റ് മാസം 19-ാം തീയതി ചേരാനിരിക്കെ അവിടെ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരള ഘടകം ഉറ്റുനോക്കിയാണ് നിതീഷ് കുമാറുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്രകുമാർ ഡൽഹിയിലുണ്ട്. അദ്ദേഹവുമായി ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ നിതീഷ് കുമാറുമായി ബന്ധപ്പെടാനിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും നിതീഷ് കുമാറിന്റെ തുടർന്നുള്ള പ്രതികരണത്തും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ഘടകത്തിൽ പാർട്ടി സംസ്ഥാന തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ഒപ്പം നേരത്തെ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് വ്യക്തമാക്കിയിരുന്നു തേജസ്വി യാദവ് രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. ഇന്നിപ്പോൾ നിതീഷ് കുമാർ തന്നെ പറയുകയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പെട്ട തേജസ്വി യാദവ് രാജിവെക്കണം എന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആവശ്യപ്പെടാമായിരുന്ന ഒരു കാര്യമായിരുന്നു അത്. ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു നിതീഷ് കുമാർ ഈ മഹാസഖ്യം വിട്ടുപോകാൻ. അല്ല, ബീഹാർ രാഷ്ട്രീയം നിരീക്ഷിച്ച എല്ലാവർക്കും തന്നെ അറിയാം. കഴിഞ്ഞ 2 ആഴ്ചയായി ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തേജസ്വി യാദവിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് RJDയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. കോൺഗ്രസ് പോലും ആ പ്രശ്നത്തിൽ ഇടപെട്ട് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള സോണിയാഗാന്ധിയും അവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് ഘടകം പ്രസിഡന്റും ഒക്കെ തന്നെ ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി. പക്ഷേ ഒരു അഴിമതി വിരുദ്ധ നിലപാട് എക്കാലവും എടുത്തിട്ടുള്ള ഒരു നേതാവാണ് നിതീഷ് കുമാർ. അദ്ദേഹം പല പ്രാവശ്യം ഈ തേജസ്വി യാദവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം പ്രത്യേകം കൂടി RJDയോട് ആവശ്യപ്പെട്ടതാണ്. അതിൽ നിന്ന് ശരിയായ തരത്തിൽ ഈ മഹാസഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം RJDയുടെ പ്രസിഡന്റ് ലാലു പ്രസാദ് യാദവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജിയിലേക്ക് നിതീഷ് കുമാറിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ PV തോമസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PV തോമസ്, അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നിതീഷ് കുമാറിൻ്റേത് അതിന് കൂടുതൽ തിളക്കമായിരിക്കുന്നു ഇപ്പോൾ എന്ന് പറയാം. പക്ഷേ അതേസമയം ദേശീയ തലത്തിൽ NDAക്കെതിരെ BJPക്കെതിരെ ഉണ്ടാക്കാനിരുന്ന ഒരു മഹാപ്രതിപക്ഷ സഖ്യം അത് ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തൽക്കാലത്തെ നിലപാട് വെച്ച് നോക്കുമ്പോൾ നഷ്ടപ്പിച്ചു എന്ന് പറയാം. പക്ഷെ അതിന് ഏതെങ്കിലും ഉയർത്തുവരുമെന്ന് അറിയാൻ പാടില്ല. ഏതായാലും തൽക്കാലം അതിന് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അടിയാണിത്. അത് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. ആടി വിളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെയായിരുന്നു അഴിമതി ആരോപണങ്ങൾ വരുകയും എല്ലാം ചെയ്യുന്നുണ്ടായത്. പക്ഷേ തിളക്കം മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ലാലു പ്രസാദ് യാദവ് അഴിമതി ആരോപണത്തിലെ കന്നുകാലി കുംഭകോണത്തിലെ ശിക്ഷിക്കപ്പെട്ട് വെളിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം സഖ്യമുണ്ടാക്കിയത് ഈ ലാലു പ്രസാദ് യാദവുമായിട്ട്. അപ്പോൾ അതൊന്നും ഓർത്തില്ലേ, അഴിമതിയെ കുറിച്ചൊന്നും ഓർത്തില്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം ആരായിരിക്കാം മുഖ്യമന്ത്രിയാകുന്നത്. സുശീൽ മോഡി ആയിരിക്കുമോ, നിതീഷ് കുമാർ തന്നെയായിരിക്കുമോ, ആരെല്ലാമാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്ക് 2-3 ദിവസങ്ങളിൽ അറിയാം. അത് രാഷ്ട്രപതിയിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്കറിയാൻ പാടില്ല. ശ്രീ PV തോമസ്, താങ്കൾ സൂചിപ്പിക്കുന്നത് ഒരു NDA സഖ്യത്തിലേക്ക് തിരിച്ചു പോകാൻ നിതീഷ് കുമാർ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. അതിന് ഏറ്റവും നല്ല അവസരം ഇപ്പോൾ കൈവന്നു എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു നിതീഷ് കുമാറിന്റെ നിലപാട്? രണ്ടാമത് മാറ്റിയെങ്കിലും അതിനുശേഷവും നരേന്ദ്രമോദിയുമായിട്ട് എപ്പോഴും അത്താഴവിരുന്നുകളും എല്ലാം നടത്തുകയും സംഘടിച്ച് ഒരുമിച്ച് പോവുകയായിരുന്നു. അദ്ദേഹം നേരത്തെ ആയിരുന്നല്ലോ, അദ്ദേഹം NDAയിലുണ്ടായിരുന്നു, NDAയുടെ റെയിൽവേ മന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം NDA ആയിട്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ അയിത്തം ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സാഹചര്യം നോക്കിയിരിക്കുകയായിരുന്നു. ആ സാഹചര്യം ഇപ്പോൾ അഴിമതിയുടെ രൂപത്തിൽ, ആരോപണത്തിന്റെ രൂപത്തിൽ വന്നു. അപ്പോൾ അദ്ദേഹം അതൊരു ആയുധമാക്കി എടുത്തിട്ട് തീർച്ചയായിട്ടും NDAയിലേക്ക് തിരിച്ചു പോകുവാൻ തന്നെയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ കാണുന്നത്. മാധ്യമപ്രവർത്തകൻ CL മനോജും ചേരുന്നു. ശ്രീ CL മനോജ്, 2019
പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടാനുള്ള സുവർണ അവസരം അതാണ് നിതീഷ് കുമാർ നഷ്ടമാക്കിയിരിക്കുന്നത്. അല്ല, നിതീഷ് കുമാറിനെ 2019 പ്രധാനമന്ത്രി പദത്തിലേക്ക് പ്രത്യേകിച്ച് ആരും ഇപ്പോൾ തന്നെ ഉയർത്തി കാണിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും ലാലു യാദവിന് അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ട് മുന്നോട്ട് പോകില്ലെങ്കിൽ അതേ ലാലു യാദവും മറ്റുള്ളവരുമുള്ള അഥവാ ഒരു anti-BJP അലയൻസ് വന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നൊന്നും ഉള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പോകില്ലായിരുന്നല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് സന്ദേശം വന്നിരിക്കുന്നു. അദ്ദേഹം നിതീഷ് കുമാറിനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് രാജിവെക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അല്പസമയം മുമ്പ് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയത്. ഒപ്പം അദ്ദേഹത്തിന്റെ JDU മന്ത്രിമാരും അല്പസമയത്തിനകം ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും.